നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒത്തിരി പ്രാവശ്യം ഒമിറ്റ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷവും ഒമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് പോയ്സൺ ആവാനാ 100% സാധ്യത. പക്ഷെ ഒടുവിലത്തെ ഒമിറ്റിങ്ങിൽ ബ്ലഡ് കണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ പെട്ടെന്ന് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ കുറിച്ചിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും എത്രയും വേഗം ചെയ്യാൻ ഏർപ്പാടാക്കണം. ഓക്കെ ശരി ഡോക്ടർ. സ്കാനിങ്ങും ഞാൻ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേഗം ഡ്രിപ്പും സ്റ്റാർട്ട് ചെയ്തോളൂ. ശരി ഡോക്ടർ. ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില ടെസ്റ്റുകളും ഉണ്ട്. അതിന്റെ റിസൾട്ടൊക്കെ ഒന്നിങ്ങോട്ട് വന്നോട്ടെ. നമുക്ക് വേണ്ട ചെയ്യാം. ശരി ഡോക്ടർ. അതെ, പേഷ്യന്റ് ഇഞ്ചക്ഷൻ എടുക്കുക. ചിലപ്പോ ഒന്ന് മയങ്ങിയേക്കും. ഒന്ന് പുറത്തേക്ക് നിൽക്കാവോ? ഹലോ. ഇല്ലില്ല, നിങ്ങൾ എനിക്കത് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ. മിസ്റ്റർ കാർത്തിക് സാർ അല്ലേ? അതെ. നമ്മൾ ഒരു തവണ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അതെ ഡോക്ടർ, ഇതേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാ. യെസ്, ഇരിക്കൂ. താങ്ക് യു. ഇരിക്കാം. അല്ല, കാർത്തിക് സാർ എന്താ ഇവിടെ? എന്റെ അമ്മയെ ഇപ്പോ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ. അമ്മയോ? ആ, അമ്മയെന്ന് വെച്ചാൽ വളർത്തമ്മ. എനിക്ക് അമ്മയെ പോലെ തന്നെയാ. പേര് നന്ദിനി ദേവി. ഓ, നന്ദിനി ദേവി, മനസ്സിലായി. ഒത്തിരി പ്രാവശ്യം ഒമിറ്റ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷവും ഒമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് പോയ്സൺ ആവാനാ 100% സാധ്യത. പക്ഷെ ഒടുവിലത്തെ ഒമിറ്റിങ്ങിൽ ബ്ലഡ് കണ്ടായിരുന്നു. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. കണ്ടിന്യൂസ് ആയി ഒമിറ്റ് ചെയ്യുമ്പോൾ തൊണ്ട പൊട്ടി ബ്ലഡ് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. മിക്കവാറും ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും ബ്ലഡ് കണ്ടതുകൊണ്ട് ഞാൻ ചില ടെസ്റ്റുകൾക്കൊക്കെ കുറിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ സ്റ്റൊമക്കിന്റെ സ്കാൻ കൂടി നമുക്ക് ചെയ്യാം. അതിന്റെ റിസൾട്ട് കൂടി വരട്ടെ. താൽക്കാലിക മെഡിസിൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. സ്കാനിംഗ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേഷ്യന്റിനെ പോയി കാണാം. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ശരി ഡോക്ടർ. മീനാക്ഷി, ഹോസ്പിറ്റലിൽ പോയവരെ കുറിച്ച് ഒരറിവും ഇല്ലല്ലോ കൈമളേട്ടാ. ഞാനും അത് തന്നെ രാജലക്ഷ്മി ആലോചിക്കുന്നത്. പോയിട്ട് ഒത്തിരി നേരം ആയല്ലോ. വീട്ടിലിരിക്കുന്നവര് ടെൻഷൻ അടിക്കുന്ന അറിയില്ലേ? എന്നിട്ടെന്താ ഒന്നും അറിയിക്കാത്തത് ഇവരെ? ഞാൻ 2 പ്രാവശ്യം വിളിച്ചു നോക്കി. ജയറാമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ കേൾക്കുന്നത്. കാർത്തിമോനും മീനാക്ഷിയും കൂടി പോയിട്ടുണ്ട്. അവര് വിവരം അറിയിക്കും.
പേടിക്കാനൊന്നുമില്ല. ഫുഡ് പോയ്സൺ ആയിരിക്കും. അതങ്ങ് മാറിക്കോളൂന്നേ. പിന്നെ ഫുഡ് പോയ്സൺ. ഒരു കടുംചായയിൽ ഞാൻ കൊടുക്കുന്ന 8ന്റെ പണി 16,000 പണിയായി മാറാൻ പോവാ. ആശുപത്രിക്കാരുടെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മേ. ഇല്ല, അങ്ങോട്ട് പോയവരാരും ഇങ്ങോട്ട് വിളിച്ചില്ല. അല്ല, ജഗദീഷ് അങ്ങോട്ട് പോവോ? നീ അവനോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞോ? ഇല്ല അമ്മേ, പറഞ്ഞില്ല. ജഗദീഷ് ഏട്ടൻ സ്ഥലത്തില്ല. മാത്രമല്ല, അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ വിളിച്ചു പറയാൻ. അതെ, സീരിയസ് ഒന്നുമല്ല. പിടിക്കാത്ത ആഹാരം എന്തോ അവള് കഴിച്ചിട്ടുണ്ട്, അതാ. അതിന് നന്ദിനി നോണൊന്നും കഴിക്കില്ലല്ലോ. ഇല്ല. നോൺ കഴിക്കുന്ന എന്തിനാ? ഇപ്പോഴത്തെ പച്ചക്കറിയിലൊക്കെ മായവാ. കീടനാശിനികളല്ലേ മാറി മാറി അടിക്കുന്നത്. കീടനാശിനിയൊന്നും അല്ല, അതുപോലത്തെ ഒരു ഗുളികയാ. കുഞ്ഞിനെ എന്നിൽ നിന്ന് കറ്റാൻ വഴി കണ്ടുപിടിച്ചോളല്ലേ. അവൾക്ക് ഇത് കൊടുത്താ പോരാ. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു 100,000 ടെസ്റ്റ് കഴിഞ്ഞിട്ടേ അവര് രോഗം എന്താണെന്ന് പറയൂ. അതിനുശേഷമേ ട്രീറ്റ്മെന്റ് തുടങ്ങൂ. എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. എന്താ അത്? കള്ളത്തരോ? നിന്റെ നിപ്പും പാവൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം. നിങ്ങൾക്ക് എന്താ? അല്ല, എല്ലാവർക്കും ഞാൻ ഒരുമിച്ചാ കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നന്ദിനിയടത്തേക്ക് മാത്രം എന്താ വയറിന് പിടിക്കാഞ്ഞത്? അതെ, എനിക്കറിയൂ. നിങ്ങൾ പോയി അവരോട് ചോദിക്കും. നീ ഞാൻ അറിയാതെ ആ കടുംചായൽ എന്തെങ്കിലും കലിക്കോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താ നിങ്ങൾ തമ്മിലൊരു സീക്രട്ട്? ഏയ്, ഒന്നുമില്ല. ദേവമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതിലുള്ള ടെൻഷനില്ല. അതിനെ കുറിച്ച് പറയായിരുന്നു ഞങ്ങള്. ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ നന്ദിനിയടത്തി. ആ മാധുരി ജയറാമേട്ടനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം കട്ടുകൊണ്ടുപോകാൻ ജയറാം എന്താ മാമ്പഴവും മറ്റുമാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.